ഹായ് മക്കളെ, നമ്മുടെ JEE എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു. April 2 നമ്മുടെ എക്സാം. അപ്പോൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകരുതെന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കണം, കളർ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം, ഓൺ A4 പേപ്പർ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, 2-3 പ്രാവശ്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ. അറ്റ്ലീസ്റ്റ് 2 പാസ്പോർട്ട് ടൈപ്പ് ഫോട്ടോ ആയിരിക്കണം. അത് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് തന്നെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കൊണ്ടുപോകണം, മറക്കരുത്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യുക, എടുക്കുക. മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം വാലിഡ് ID, ഒറിജിനൽ വാലിഡ് ID എടുക്കണം. വാലിഡ് ID എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആധാർ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വോട്ടർ ID എടുക്കാം. കാരണം അതിൽ നിങ്ങളെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഫോട്ടോ ഉള്ള വാലിഡ് ID പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. ഇനി ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PWD സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. നിർബന്ധമായിട്ടും ഈ 4 കാര്യങ്ങൾ എടുക്കുക. 4ാമത്തെ കാര്യത്തിന് കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ബോക്സ് എടുക്കാൻ പാടില്ല, ഹാൻഡ് ബാഗ് എടുക്കാൻ പാടില്ല, പേഴ്സ് എടുക്കാൻ പാടില്ല, എനി കൈൻഡ് ഓഫ് പേപ്പർ. ഒരു പേപ്പർ നിങ്ങൾ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് A4 സൈസ് പേപ്പർ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, തരുന്നുണ്ട്. അതേപോലെ പെന്നും കാര്യങ്ങളൊന്നും എടുക്കേണ്ട, പെന്നും അവരെന്ത് ചെയ്യും, എക്സാം ഹാളിൽ തരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈറ്റബിൾസ് ആൻഡ് വാട്ടർ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല, ഇയർഫോൺ എടുക്കാൻ പാടില്ല, കാൽക്കുലേറ്റർ, ക്യാമറ, വാച്ച് ഓർ എനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം ഹാളിലോട്ട് എടുക്കാൻ പാടില്ല. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കണ്ട. വെറുതെ റിസ്ക് എടുത്തിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ ആകെ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് എന്താവും, ടെൻസ്ഡ് ആവും. എക്സാമിൻ്റെ സമയത്ത് ടെൻസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഒന്നും പഠിച്ചതൊക്കെ എന്തായി പോകും, വേസ്റ്റായി പോകും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എടുക്കേണ്ട 4 കാര്യങ്ങൾ നോക്കുക. എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കുക. നല്ല പോലെ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.